ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ക്രിസ്മസിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ക്രിസ്മസിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റൂ വെക്കാം, ബീഫ് സ്റ്റൂ ഒക്കെ ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല കമൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുള്ള റെസിപ്പികളാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പോർക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു പോർക്ക് വരട്ടിയതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പോർക്ക് വരട്ടിയത് ഉണ്ടാക്കാൻ തുടങ്ങാം. പോർക്ക് വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ പോർക്കാണ്. പോർക്ക് മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, 5 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 8 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. സവാളയെല്ലാം കൈകൊണ്ട് നന്നായിട്ട് നിരടി ഒന്ന് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോർക്ക് നല്ല നെയ്യൊക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 3/4 കപ്പ് വെള്ളമെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ സ്റ്റവിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. പോർക്കിൻ്റെ കുക്കിംഗ് ടൈം നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചില പോർക്ക് കുക്കായി കിട്ടാനായിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും, ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പോർക്കിൻ്റെ പാകം നോക്കി വേവിക്കുക. 2-3 വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റീം എല്ലാം പോയി വന്നിട്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം പോർക്ക് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇറച്ചി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും 2 വിസിലും കൂടെ വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കുക. ഇനി പോർക്ക് കഷ്ണങ്ങൾ നമുക്ക് ഈ വെന്ത വെള്ളത്തിൽ നിന്ന് കോരി മാറ്റണം. ഞാനിവിടെ ഒരു സ്ട്രെയിനർ കൊണ്ട് പോർക്ക് പീസസ് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. മീറ്റെല്ലാം കോരിയെടുത്തതിന് ശേഷം ഈ വെള്ളം കളയരുത്. വെള്ളം പിന്നീടുള്ള ആവശ്യത്തിനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. കുറച്ച് വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇപ്പോൾ പോർക്ക് കഷ്ണങ്ങളെല്ലാം നമ്മളിതുപോലെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോർക്ക് വരട്ടിയത് ഉണ്ടാക്കാൻ തുടങ്ങാം. പോർക്ക് വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോഴേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാളയിലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള നന്നായിട്ട് വഴന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ സവാളയുടെ ഒരു മധുരിപ്പ് നിൽക്കും. ഇപ്പോൾ സവാള മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. വലിയ ജീരകം, പട്ട, കറിവേപ്പ്, ഏലക്ക, തക്കോലം ഇവയെല്ലാം ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ചെയ്ത മുളക് പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ മുളക് പൊടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളെല്ലാം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നിയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാല മൂത്തൊരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ പോർക്ക് വേവിച്ചതിന് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
വെള്ളം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യണം. സവാളയെല്ലാം നമ്മൾ പോർക്ക് കുക്ക് ചെയ്ത വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. നമ്മളിതിൽ ചേർത്ത വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കുറുകി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്കും കൂടി ചേർത്ത് കൊടുക്കാം. പോർക്ക് കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മസാല എല്ലാം പോർക്കിൽ പിടിക്കുന്നവരോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പോർക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. പോർക്കിൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാത്രത്തിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പോർക്കൊരു ബ്രൗൺ കളറായി വരണം. പോർക്ക് ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. സമയത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ ആ വിധത്തിൽ നിങ്ങൾക്ക് എടുക്കാം, അതല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി വിതറി കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ പോർക്ക് കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തായാലും ക്രിസ്മസിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.